ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. നമ്മൾ മലയാളികൾ നന്നായിട്ട് ട്രോളുന്ന ഒരു തെലുങ്കു ആക്ടറാണ് ബാലയ്യ. പക്ഷേ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു ഐറ്റം ഈയിടെയായിട്ട് നമ്മുടെ മച്ചാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, താക്കു മഹാരാജ. ഉള്ള കാര്യം പറയട്ടെ, സിനിമ അടിപൊളിയാണ്, ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. എജ്ജാതി മേക്കിംഗ് എന്നാ പറയണ്ടേ. അതുപോലെ തന്നെ മൂപ്പരുടെ ആ ഒരു സ്വാഗ് ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഈ ഒരു സിനിമയിൽ വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോയിലൂടെ സിനിമയുടെ കഥ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാൻ പോവാണ്. സിനിമ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും സിനിമ പോയിട്ട് കാണുക. അല്ലാതെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇത് കേട്ടോ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തില് ചിറ്റൂർ എന്ന ജില്ലയിലെ മദനാപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു വലിയ കാട്, അതിനുള്ളിലേക്ക് കുറേ അധികം ട്രക്കുകൾ പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ കോൺസ്റ്റബിളിനോട് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അതിനുള്ളിൽ ആയുധധാരികളായിട്ടുള്ള ഒരുപാടധികം ആൾക്കാർ. പെട്ടെന്ന് തന്നെ അതിലൊരാൾ പോലീസുകാരന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയാണ്, ഇതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ. ആ പോലീസുകാരനാകെ പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഫോറസ്റ്റ് ഓഫീസർ ചോദിച്ചപ്പോൾ സാറേ ഇതിലൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ ആ ഒരു ട്രക്ക് മുഴുവനും കാട്ടിലേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് ഒരു കാർ ഭയങ്കര വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് സ്ഥലത്ത് തീയിടുന്നുണ്ട്. ഈ വിവരം ഓടിക്കിതച്ചുകൊണ്ട് ഒരാൾ പോയിട്ട് മറ്റൊരാളോട് പറയാണ്. അയാളുടെ പേരാണ് ചോട്ടാ ഠാക്കൂർ. അതായത് കൃഷ്ണമൂർത്തി എന്നൊരാളുടെ എസ്റ്റേറ്റിലാണ് ഇതുപോലെ തീയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് വേഗം തന്നെ ചോട്ടാ ഠാക്കൂറും ആൾക്കാരും മാറ്റി വേഗത്തിൽ പോവാണ്. എന്നാൽ വേണമെന്ന് വെച്ച് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും അവിടെ തീയിടുകയാണ്. പേടിച്ച് വിറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ആരാടാ നീ? ആ സമയത്ത് കാറിനുള്ളിൽ നിന്ന് ആ ആള് പറയുന്നുണ്ട്, നിന്റെയൊക്കെ കാലനാടാ. പിന്നീട് ആ കാറിൽ നിന്നും പുറത്തേക്ക് ഒരു ഇറങ്ങി വരവുണ്ട്. ആ സമയത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് ചെയ്ത തമെന്ന് പറഞ്ഞ മ്യൂസീഷ്യൻ. എന്റെ മക്കളെ എജ്ജാതി എന്നാ പറയണ്ടേ. ഇത്രയും നാള് നമ്മൾ മലയാളികൾ നന്നായിട്ട് ട്രോൾ ചെയ്യില്ലേ ഈ ഒരു മനുഷ്യനെ. പക്ഷേ ഈ സിനിമയിൽ ഈ മനുഷ്യന്റെ സ്വാഗ്, അതുപോലെ തന്നെ ആ ഒരു ഹീറോയിസ് എന്നൊക്കെ പറയില്ലേ, സ്ക്രീൻ പ്രസൻസ്, ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അങ്ങനെ ബാലയ്യ ആ ഒരു കാറിൽ നിന്നും ഇറങ്ങുന്ന സ്ഥലത്താണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, താക്കു മഹാരാജ്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ കുറച്ച് ദിവസം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഒരു എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിലൂടെ ഒരു കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഒരു കുട്ടിയുണ്ട് കേട്ടോ, ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് ഒരു മുയലിനെ കണ്ടപ്പോൾ അവൾ ആ ഒരു കാർ നിർത്താൻ പറഞ്ഞു. എന്നാൽ അതേ നേരം തന്നെ ആ പെൺകുട്ടിയുടെ പട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക്. അതിന്റെ പിന്നാലെ തന്നെ അവൾ ചെല്ലുന്നുണ്ട്. പട്ടിയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഫാക്ടറിയുടെ ഉള്ളിൽ ചെന്ന് കയറുകയാണ്. അവിടെ ഏതൊക്കെയോ ചില ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആളുകളെ കണ്ടതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഉള്ളിൽ കയറാൻ ചെറിയൊരു ഭയം. എന്നാൽ അതിലൂടെ നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു കാര്യം കാണുന്നത്. അതായത് ഈ ടീ എസ്റ്റേറ്റ് കൃഷ്ണമൂർത്തി എന്നൊരാളുടെ കയ്യിൽ നിന്നും ലീസിനെടുത്ത ആൾക്കാർ ഇവിടെ വെച്ച് ആനക്കൊമ്പിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുരച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോയ ആ ഒരു പട്ടിയെ അവർ തല്ലി കൊന്നു കളയാണ് കേട്ടോ. പാവം ചെറിയ ആ ഒരു പെൺകുട്ടി ഒരുപാട് കരയാണ്. ആ നായ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് തന്നെ മുത്തശ്ശന്റെ കൂടെ ആ ഒരു നായയെ മറവ് ചെയ്യാണ്. ഈ പെൺകുട്ടിയുടെ മുത്തശ്ശനാണ് കൃഷ്ണമൂർത്തി. ആ ആളുടെ എസ്റ്റേറ്റിലാണ് ഇമാതിരി ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ കൃഷ്ണമൂർത്തി വേഗം ഈ ഒരു കാര്യം പോലീസുകാരോട് പറയാൻ നിൽക്കുമ്പോൾ അയാളുടെ അളിയന്മാരൊക്കെ അവിടെ ഉണ്ട്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ പോലീസുകാരെ വിളിക്കല്ലേ. ആ സ്ഥലം ഇപ്പോൾ ലീസിന് എടുത്തിരിക്കുന്നത് ഈ നാട്ടിലെ MLA ആണ്. അവനോടൊന്നും മുട്ടി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അടുത്ത സീനിൽ MLA കാണിക്കുന്നുണ്ട്. കാര്യമായിട്ട് തന്നെ കാട്ടിറച്ചിയോ അല്ലെങ്കിൽ പന്നിയിറച്ചിയോ അങ്ങനെ എന്തോന്ന് വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടിവിയിലൂടെ MLA ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ MLAക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത്തവണ എന്തായാലും ഇയാൾ ഇലക്ഷനിൽ വിജയിക്കില്ല എന്നൊക്കെയാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. ഇതേ നേരം തന്നെ ചെറുപ്പക്കാരന്റെ അച്ഛനും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് ക്ഷമിക്കണം, അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയണം. എന്ന് MLA പറയുന്ന കാര്യം, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അത് കിട്ടിയിരിക്കും. ഇപ്പൊ MLA വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു കഷ്ണം തെറിച്ച് വീഴാണ്. അതൊരു മനുഷ്യന്റെ വിരലായിരുന്നു. ആ വിരലിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. അതായത് ഈ MLAക്കെതിരെ സംസാരിച്ച ആ പയ്യനെയാണ് ഇപ്പൊ ആ ഒരു മരമുട്ടിയിലിട്ട് വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ആ പയ്യന്റെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും, അവന്റെ ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഈ ഒരു MLA പറയാണ്, മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അതേ നേരം തന്നെ ആ നാട്ടിലെ SI അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. SIക്ക് ഒരു പ്രധാന കാര്യം MLAയോട് പറയാനുണ്ടായിരുന്നു. ഈ MLAയുടെ അനിയനുണ്ടല്ലോ, അയാൾക്കെതിരെ എസ്റ്റേറ്റിന്റെ ഓണർ ആയിട്ടുള്ള കൃഷ്ണമൂർത്തി പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിയനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറന്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേട്ട വാർഡ് തന്നെ രണ്ടുപേർക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ MLA ഒന്ന് കൂളായിട്ട് അനിയനോട് പറയാണ്, നീ ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ, ഞാൻ ആദ്യം പോയിട്ട് അയാളോടൊന്ന് സംസാരിച്ചു പോകട്ടെ. അങ്ങനെ കൃഷ്ണമൂർത്തിക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂളുണ്ട് കേട്ടോ. ആ സ്കൂളിലേക്ക് ഇയാൾ വരികയാണ്. ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. മര്യാദക്ക് കേസ് പിൻവലിച്ചു എന്ന് പറയാണ്. എന്നാൽ കൃഷ്ണമൂർത്തിയുടെ രണ്ടാമത്തെ മകള് കേട്ടോ ഭയങ്കര ധൈര്യശാലിയാണ്. അവള് പച്ചയ്ക്ക് തന്നെ ഇയാളോട് ഇറങ്ങി പോകാൻ വേണ്ടി പറയാണ്. ഇവിടെ വന്ന് സംസാരിക്കാൻ മാത്രം നീ ആരടാ എന്ന് ചോദിക്കണം. എന്നാൽ അവരോട് ചൂടാവാതെ MLA പറയുന്നുണ്ട്, അയ്യോ സാറേ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല കേട്ടോ. കൃഷ്ണമൂർത്തി സാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. സാറേ, ആ കേസ് ഒന്ന് പിൻവലിച്ചാൽ നല്ലതായിരുന്നു. അപ്പൊ തന്നെ കൃഷ്ണമൂർത്തി ആട്ടിപ്പായിക്കാണ് അവനെ, ഇറങ്ങി പോടാന്ന് പറയാണ്. ആ പോകുന്ന സമയത്ത് അവൻ വല്ലാത്തൊരു നോട്ടം കൃഷ്ണമൂർത്തിയും കുടുംബത്തെയും നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു, സ്കൂളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ കൃഷ്ണമൂർത്തിയും ഇളയ മകളും അതുപോലെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടി ആരാണെന്ന്
നോക്കുകയാണെങ്കിൽ ഈ കൃഷ്ണമൂർത്തിക്ക് 2 പെൺമക്കളാണ്. അതിൽ മൂത്ത പെൺകുട്ടി നാട് വിട്ടുപോയി. ആ പെൺകുട്ടിയുടെ മകളാണ് ഈ നിൽക്കുന്ന ഈ ചെറിയ പെൺകുട്ടി. തൽക്കാലം നമുക്ക് ചെറിയ പെൺകുട്ടിയെ മിന്നു എന്ന് വിളിക്കാം. അങ്ങനെ മിന്നു, കൃഷ്ണമൂർത്തി, അതുപോലെ തന്നെ അയാളുടെ 2ാമത്തെ മകള്, ഇവരെല്ലാവരും കാറിലൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന സമയത്ത് തേയിലത്തോട്ടത്തിന് ഒരു ഭാഗത്ത് വെച്ച് ഇവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഡ്രൈവറെ ആ കൂട്ടം ആൾക്കാർ കൊന്നുകളയാണ്. എന്നിട്ട് കൃഷ്ണമൂർത്തിയുടെ കഴുത്തിൽ തന്നെ കത്തി വെച്ച് അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇനി എങ്ങാനും കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ നിന്റെ ഈ കൊച്ചുമോളുണ്ടല്ലോ അവളും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നിന്റെ ചെറിയ മോളുണ്ടല്ലോ അവളും ഉണ്ടാവില്ല. എന്തായാലും അവരൊന്നും ചെയ്യാതെ ആ ഒരു സംഘം അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ സമയത്ത് കൃഷ്ണമൂർത്തിയുടെ 2ാമത്തെ മകള് നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മിന്നു. ഈ പളിയന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, എന്റെ പൊന്നു ചേട്ടാ ഇത് ഒഴിവാക്കിയേക്ക്, അവനോടൊന്നും മുട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ കൃഷ്ണമൂർത്തി ആണെങ്കിൽ നല്ല വാശിയിലാണ്. അവൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, ഇനി നിയമവുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകും, അവനെതിരെ പരാതി കൊടുക്കും, ഞാൻ കേസ് പിൻവലിക്കില്ല എന്ന് തന്നെ കൃഷ്ണമൂർത്തി പറയാണ്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ വലിയ വീട്ടിൽ ജോലി ചെയ്യുന്ന തോട്ടക്കാരൻ കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫോൺ എടുത്തുകൊണ്ട് ഏതോ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ വിളിക്കുന്നുണ്ട്. പിന്നീട് ആ സ്ത്രീയോട് മിന്നുവിന്റെ ജീവന് ആപത്തുണ്ട്, ഇവിടെ ചെറിയ പ്രശ്നങ്ങളാണെന്ന് ആ സ്ത്രീയോട് ഈ തോട്ടക്കാരൻ പറയാണ്. മാത്രമല്ല ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ മഹാരാജയെ അറിയിക്കണം. പിന്നീട് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഭോപ്പാലിലാണ്. ഒരു ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് ഒരു ക്രിമിനലിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിലെ SIക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ കൊണ്ടുപോകുന്ന ആ ഒരു ക്രിമിനൽ അയാൾ ചെറിയ ആളൊന്നുമല്ല. ഇയാളെ കൊല്ലാനായിട്ട് പല ആൾക്കാരും കാത്തിരിക്കുകയാണ്. മിക്കവാറും ഈ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മുടെ ജീവനും ആപത്തിലാടോ എന്ന് പറയാണ്. അല്പനേരം കൊണ്ട് തന്നെ ഈ SI പ്രതീക്ഷിച്ചതുപോലെ ഈ വാഹനങ്ങൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരു കൂട്ടം മാവോയിസ്റ്റുകൾ ബോംബെല്ലാം എറിയാണ്, തുരിതുരാന്ന് മറ്റു വെടിയൊക്കെയാണ്. ഇതെല്ലാം കണ്ട് പോലീസുകാർ വണ്ടി നിർത്തി ഓടുകയാണ് കേട്ടോ. ഈ നേരം കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരുമാതിരി ഗഡാഗഡിയന്മാരായിട്ടുള്ള ഒരു 4-5 എണ്ണം വരുന്നുണ്ട്. ഇവന്മാര് വന്നിട്ട് ആ കുറ്റവാളിയെ കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു വാതിൽ വെട്ടിവെച്ച് പൊളിക്കുകയാണ്. ആ സമയത്ത് വാതിലും ചവിട്ടി പൊളിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കഥയുടെ ഹീറോ ആയിട്ടുള്ള ദാക്കു മഹാരാജ്. മഹാരാജിനെ കണ്ടപാട് തന്നെ ഈ ആൾക്കാർ എന്താ ചെയ്തതെന്നറിയോ? ഗണ്ണ് വെച്ച് അയാളെ വെടിവെച്ച് കൊല്ലാതെ ആ ഗണ്ണ് ഉയർത്തിപ്പിടിച്ച് മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവനും അത് മഹാരാജയെ കൊല്ലാനല്ല, രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. പിന്നെ ആ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ള ആൾ വന്നിട്ട് പറയണേ എത്രയും പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. പിന്നീട് ഭോപ്പാലിൽ നിന്നും നേരെ ചിറ്റൂർ എന്ന ഒരു ജില്ലയിലേക്ക് വരികയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ കൃഷ്ണമൂർത്തിയും അദ്ദേഹത്തിന്റെ മകളും പേരക്കുട്ടിയും എല്ലാം ഉള്ള ആ ചെറിയ ഗ്രാമത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ദാക്കു മഹാരാജയെ കൂട്ടാൻ പോകുന്നത് ആ തോട്ടക്കാരനാണ്. ഇയാളെല്ലാം ആ ഒരു ടീമിൽ പെട്ട തന്നെയാണ്. അങ്ങനെ വീട്ടിലേക്ക് ഒരു ഡ്രൈവർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇപ്പൊ മഹാരാജയെ കൊണ്ടുവരുന്നത്. കൃഷ്ണമൂർത്തിയും ഫാമിലിക്ക് നേരെ ചെറിയ വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ 2-3 പോലീസുകാരെ കാവൽ നിർത്തിയിട്ടുണ്ട്. അതിലൊരാളാണ് SI ജാനകി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു പാട്ടിലൊക്കെ വന്ന ആളില്ലേ, അത് തന്നെ അവിടെ എന്താണാവോ ആ പാട്ടിലുള്ള ആൾ തന്നെ. വന്ന പാട് തന്നെ SI ജാനകിയോട് 2 ഡയലോഗ് അടിച്ച് അവളെ ഫ്ലാറ്റാക്കി നേരെ ആ വീട്ടിലേക്ക് പോവാണ്. കൃഷ്ണമൂർത്തിയോട് സംസാരിക്കുന്നത് ഡ്രൈവർ പോസ്റ്റിന് വന്നതാണ്. പക്ഷേ മൂർത്തി പറയുന്ന ഒരു കാര്യം, എന്റെ കൊച്ചുമകൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിന്നെ ഇവിടെ പോസ്റ്റ് ആക്കുള്ളൂ. അതേ സമയത്ത് തന്നെ നമ്മുടെ ചെറിയ പെണ്ണ് മിന്നു അങ്ങോട്ടേക്ക് വരികയാണ്. അവളെ കണ്ടപാട് തന്നെ ഒരു വല്ലാത്ത വാത്സല്യം നമ്മുടെ മഹാരാജയ്ക്ക് തോന്നുകയാണ്. ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണ്. അവളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മിന്നു വന്ന് കുറെ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചു, വണ്ടി ഓടിച്ച് കാണിക്കാൻ വേണ്ടി പറയണം. നല്ല അഭ്യാസമൊക്കെ നമ്മുടെ മഹാരാജ കാണിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് നമ്മുടെ മിന്നും ഫ്ലാറ്റ്. മിന്നു ആണോ ചിന്നു ആണോ എന്തായാലും ആ കുട്ടി ഫ്ലാറ്റ്. കുട്ടി പറയാണ് ഈ മാമൻ തന്നെ മതി ഇനി ഡ്രൈവറായിട്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് മഹാരാജ കയറി പറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ കാണിക്കുകയാണ്. ആളുടെ പേര് സ്റ്റീഫൻ രാജ്. ഇയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ വിലങ്ങ് ഇട്ടിട്ടുണ്ട്. വിലങ്ങിന്റെ മറുഭാഗത്ത് മറ്റൊരാളും കൂടെ ഉണ്ട്. എന്തൊക്കെയോ ഓഫറുകൾ ഈ സ്റ്റീഫൻ രാജിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഇയാളുടെ നെറ്റിക്ക് നോക്കിയൊരു പൊട്ടിക്കലാണ്. സ്റ്റീഫൻ രാജ് ഒരു പോലീസുകാരനാണ്. ഇയാൾക്കൊരു പ്രത്യേക ടീം തന്നെയുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിനെ വെടിവെച്ച് കൊന്നില്ലേ, ഏതോ ഒരു പിടികിട്ടാ പുള്ളിയാണ്. ഇവന്മാരെ പോലെയുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടുവൊന്നുമില്ല, അപ്പൊ തന്നെ വെടിവെച്ച് കൊന്നു കളയും. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതേ നേരം തന്നെ സ്റ്റീഫൻ രാജിന് ഒരു കോള് വരുന്നുണ്ട്. ഒരാൾ ജയിലിൽ ചാടിയിട്ടുണ്ട്, എവിടെ പോയാലും അയാളെ തപ്പിയെടുക്കണമെന്ന് പറയാണ്. എന്താണ് ആ പുള്ളിയുടെ പേര്? ദാക്കു മഹാരാജ. അതായത് ജയിൽ ചാടിയ മഹാരാജയെ പിടിക്കാനായിട്ട് വരാൻ പോകുന്ന പോലീസ് ഇൻസ്പെക്ടറാണ് സ്റ്റീഫൻ രാജ്. ഇതിനുശേഷം ചിറ്റൂരിൽ കാണിക്കുകയാണ്. അവിടുത്തെ ഒരു എസ്റ്റേറ്റ്, അവിടുത്തെ ഒരു MLA കാണിക്കുന്നുണ്ട്. MLAയുടെ അനിയനുണ്ടല്ലോ, അവനെതിരെ അറസ്റ്റ് വാറന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവനോട് ഒളിച്ച് താമസിക്കാൻ പറയാണ്. ഇപ്പൊ അവന് വിളിച്ചിട്ട് പറയാണ് ഈ രാത്രി കുറച്ച് ദിവസം കൂടെ നീ അവിടെ നിൽക്ക്, എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാൽ അവനാണെങ്കിലോ തീരെ ക്ഷമയില്ല. എനിക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. എന്നാൽ ഒരു വിധത്തിൽ MLA അവന് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ ഇവിടെ ഒളിച്ചിരുന്നോളാന്ന് അവനും പറയാണ്. ഇതേ നേരം തന്നെ ആ രാത്രിയിൽ അങ്ങോട്ടേക്ക് ആരോ ഒരാൾ വരിക. MLAയുടെ അനിയനെ അടിച്ച് പഞ്ഞു കേട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാർ അവന് കോടതിയിൽ കൊണ്ടുപോയി. അവിടുന്ന് വിധി വന്നു. ഇനി അവന് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകണം. ഇത് കണ്ട് MLA ആകെ എന്ത് വിട്ടുപോവാണ്. കാരണം ഇവനായിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നാ പറയുന്നത്. അവനാണെങ്കിലോ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഇരുട്ടടി ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടേണേ. ചെയ്തത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മറ്റാരുമല്ല ദാക്കു മഹാരാജ തന്നെ. ഇതേ നേരം ഭോപ്പാൽ ജയിലിലേക്ക് സ്റ്റീഫൻ രാജ് പോയിട്ടുണ്ട്. അതായത് ജയിലിൽ ചാടിയ മഹാരാജയെ കുറിച്ച് പഠിക്കാനായിട്ട്. ആ സമയത്താണ് ജയിലിലുള്ള വാർഡൻ ഒരു കാര്യം പറയുന്നത്.
പറയുന്നത്. ഒരു സമയത്ത് ഇവിടെയുള്ള കുറേയധികം കുറ്റവാളികൾ ജയിലിന്റെ മതിൽ തന്നെ തകർത്ത് ജയിലിൽ ചാടാൻ നോക്കിയപ്പോൾ എല്ലാത്തിനെയും ഒറ്റയ്ക്ക് നിന്ന് തടുത്ത ആളാണ് താക്കു മഹാരാജ. പക്ഷേ അങ്ങനെയുള്ള താക്കു മഹാരാജ അയാൾ എന്തിനായിരിക്കും ഇപ്പൊ ജയിലിൽ ചാടിയിട്ടുണ്ടാവുക? ആ ഒരു ജയിലിലേക്ക് വന്നപ്പോൾ തന്നെ സ്റ്റീഫൻ രാജിന് ഒരു കാര്യം മനസ്സിലായി. അവൻ ഇത്തവണ തേടി പോകുന്ന ആ ആള് ഒരു നിസാരക്കാരനല്ല. എന്നാലോ താക്കു മഹാരാജ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു കുട്ടിയുടെ കൂടെ തന്നെ ഒരു ഡ്രൈവറായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഡ്രൈവറായിട്ടല്ല, അവൾക്ക് ഒന്നും സംഭവിക്കാതെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ട് തന്നെ ആ ഒരു വീട്ടുകാരുമായിട്ടും ആ ഒരു കുട്ടിയുമായിട്ടും എല്ലാം നന്നായിട്ട് അടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് സ്കൂളിൽ ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. അന്ന് കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് വിഷം ചേർക്കാനായിട്ട് MLAയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഈ കാര്യം മനസ്സിലാക്കി താക്കു മഹാരാജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എല്ലാത്തിനായിട്ട് അടിച്ച് പഞ്ഞിക്കിടുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ ആളുകളെ കാണാനായിട്ട് ഈ MLA വന്ന സമയത്ത് ശോകമായിരുന്നു എല്ലാത്തിന്റെയും കാര്യം. ആ നേരം അയാൾക്കൊരു കോള് വരുന്നുണ്ട്. ആരാണിത് ചെയ്യുന്നതെന്ന് അറിയാതെ തല പോഞ്ഞ് നിൽക്കുന്ന MLAയോട് ആ ആള് തന്നെ പറയാണ്, ഞാനാടാ ചെയ്തത്, നിന്റെ ആൾക്കാരെ തല്ലിയത് ഞാനാടാ, നിന്റെ അനിയനെ സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടത് ഞാനാണ്. മഹാരാജ്, ഇനി എങ്ങാനും കൃഷ്ണമൂർത്തിയുടെ കുടുംബത്തിന് നേരെ നീ വന്നാല് അടുത്തത് കിട്ടാൻ പോകുന്നത് നിനക്കായിരിക്കും എന്ന് പറയണം. ഇതിനുശേഷം ഭോപ്പാലിൽ കാണിക്കുകയാണ്. അവിടെയുള്ള ഒരു മിനിസ്റ്റർ ഇയാൾ ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്റ്റീഫൻ രാജ് വരുന്നുണ്ട്. അതായത് കാണാതായ ഡാക്കു മഹാരാജ ഉണ്ടല്ലോ, അയാളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനായിട്ട്. എന്നാൽ ഡാക്കു മഹാരാജ ആ പേര് കേട്ടപാട് തന്നെ ഈ മിനിസ്റ്റർ വയർത്തൊഴുകയാണ്. ഇയാളുടെ മിനിസ്റ്റർ പദവി നഷ്ടപ്പെടാൻ തന്നെ കാരണക്കാരൻ ഡാക്കു മഹാരാജയാണ്. എന്തായാലും സ്റ്റീഫൻ രാജ് അയാളെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാളോട് ചില കാര്യങ്ങൾ ഈ മിനിസ്റ്റർ പറയുന്നുണ്ട്. അവന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആൾക്കാർ എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു ആർമിയാണ്. ഒന്ന് മാൻസിംഗ്, ഒന്ന് ഗംഗാറ, പിന്നെ ഒരു പെണ്ണ് ജാൻസി, പിന്നെ ഇവരെക്കാളൊക്കെ ഉപരിയായിട്ട് ഡാക്കു മഹാരാജയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഗോവിന്ദ് കുജാൽ. ആ ഗോവിന്ദ് കുജാലാണ് ഇപ്പൊ തോട്ടക്കാരനായിട്ട് ഈ കൃഷ്ണമൂർത്തിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആള്. എന്തായാലും ഇവരെല്ലാവരും ഇത്രയും കാര്യമായിട്ട് ആ ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകതയില്ലേ. അവൾ ആരാ? ഇതേ സമയം അനിയനെ കാണാൻ വേണ്ടി MLA ജയിലിലേക്ക് പോയി. ഇയാൾക്ക് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ പോയി കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ ജയിലിലേക്ക് വരെ ആരൊരാൾ വിളിക്കാണ്. MLA വേണമെന്ന് പറയാണ്. ഫോൺ എടുത്ത പാട് തന്നെ സംസാരിക്കുന്നത് സിംലയിൽ നിന്നും ബബ്ലു സിംഗ് താക്കൂർ ആണ്. ആ പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ MLA ഒന്ന് പേടിക്കുന്നുണ്ട്. അതായത് MLAയുടെ മുകളിലുമുള്ള ആൾക്കാരാണ് ഈ താക്കൂർമാരെ. ആ ടാക്കൂറിൽപ്പെട്ട ഒരാളാണ് ഈ ബബ്ലു സിംഗ്. ഇവൻ വിളിച്ചത് തന്നെ ഈ MLA ലീസിനെടുത്ത് നടത്തുന്ന ആ ഒരു എസ്റ്റേറ്റ് അത് അവിടെ റണ്ണ് ചെയ്യുന്നത് ഈ MLA ആണെങ്കിലും അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ താക്കൂർമാരാണ്. ശരിക്കും അവിടെ കൃഷി ചെയ്യുന്നത് തേയിലയൊന്നുമല്ല, അതിന് പകരം കൊക്കൈനാണ്. അതെല്ലാം നോക്കി നടത്തുന്ന ഒരാൾ, അത്ര മാത്രമേ ഉള്ളൂ ഈ MLA. എന്നാൽ ആ എസ്റ്റേറ്റിൽ വെച്ച് അല്ലറ ചില്ലറ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് അവസാനം അതിപ്പോ ലോക്കാക്കിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ താക്കൂർ ഫാമിലിക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് കൊക്കൈൻ എടുക്കാൻ പറ്റുന്നില്ല. സോ എത്രയും പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രശ്നം തീർത്തോളണം, 4 ദിവസം കൊണ്ട് തീർത്തോളണം എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റൊരാൾ പറയാണ് 4 അല്ല 2 എന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. ചിലപ്പോൾ അതായിരിക്കും കഥയുടെ മെയിൻ വില്ലൻ. ഇത് കേട്ടപാട് തന്നെ MLA ഭയങ്കരമായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം കൊണ്ട് ആ ഒരു ഫോൺ തന്നെ എറിഞ്ഞു പൊളിക്കുകയാണ്. പിറ്റേന്ന് തന്നെ ചന്തയിലേക്ക് നമ്മുടെ ഒരു മഹാരാജയുടെ കൂടെ പോയ ചിന്നുവിനെ MLAയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവരുടെ പിന്നാലെ തന്നെ ഒരു ജീപ്പ് എടുത്തുകൊണ്ട് SI ജാനകിയും അതുപോലെ തന്നെ മഹാരാജയും പോവാണ്. പിന്നീട് കാട്ടിൽ വെച്ച് ഒരു കിടിലം ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും നമ്മൾ ഈ ഒരു കഥ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ആ ആളുകളെ കാട്ടിച്ച് പഞ്ഞിക്കിട്ട് അവസാനം ചിന്നുവിനെയും രക്ഷപ്പെടുത്തി കൃഷ്ണമൂർത്തിയുടെ കയ്യിൽ ഒരു കുഴപ്പമില്ലാതെ അവളെ ഏൽപ്പിച്ചതിന് ശേഷം മഹാരാജ നേരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് MLA ഇയാളുടെ ആ ഒരു ഇറച്ചി വെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുത്തനും അവിടെ കാണാനില്ല. പകരം അവിടെ ഒരേ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ കയ്യിൽ നിറയെ ചോരയായിരുന്നു. അത് മറ്റാരുമല്ല, മഹാരാജ തന്നെ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടൻ എടുത്ത് മാറ്റുന്നുണ്ട്. അയാളുടെ അത്രയും ആൾക്കാരെ അടിച്ച് കൊന്ന് പന്നികളെ പോലെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് MLA ഉണ്ടല്ലോ മഹാരാജയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ ഒരൊറ്റ ചവിട്ടാണ്. MLA തെറിച്ചു പോവാണ്. അയാളുടെ നേരെ ഒരു കത്തിയെടുത്ത് ഒരേറ്റ എറിയുന്നുണ്ട് കേട്ടോ. എന്നാൽ അയാളുടെ കഴുത്തിൽ അത് തട്ടിയില്ല. തൊട്ടിപ്പുറത്ത് വന്ന് കുത്തി നിൽക്കുകയാണ്. എന്നിട്ട് മഹാരാജ MLAയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എടാ എനിക്ക് നിന്നെയല്ല വേണ്ടത്, ഈ പണി നിന്നെ കേൾപ്പിച്ച ആ ടാക്കൂർമാരുണ്ടല്ലോ അവരെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കണം. അതുപോലെ ആ എസ്റ്റേറ്റിൽ ചെയ്യുന്നത് അത് തേയില കൃഷിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കൊക്കൈനാണെന്ന് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിന്നെയല്ല വേണ്ടത്, നിന്റെയൊക്കെ ആ തലതൊട്ടപ്പന്മാരുണ്ടല്ലോ, നിന്റെ ബോസ്, അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ആ സമയത്ത് MLA ആകെ പേടിച്ച് വിറച്ചിട്ട് ഇയാൾ പറയണം, നീ എന്താടാ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണോ? ഈ സമയത്ത് മഹാരാജ പറയണം, യുദ്ധമല്ലടാ, ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഒരു വേട്ടയാണ്. ഇത് കേട്ട് MLA ആകെ ഞെട്ടി വിറച്ചു പോവാണ്. ഇതിനുശേഷം നേരെ കൃഷ്ണമൂർത്തിയുടെ അടുത്തേക്ക് മഹാരാജ ചെല്ലുന്നുണ്ട്. കൃഷ്ണമൂർത്തി ഒരുപാട് നന്ദി ഇപ്പോൾ മഹാരാജയോട് പറയാണ്. കാരണം അത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ ഇപ്പൊ മഹാരാജ രക്ഷപ്പെടുത്തിയത്. എന്നാൽ അതേ നേരം തന്നെ വീട്ടിലേക്ക് മറ്റൊരു ടീം വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, സ്റ്റീഫൻ രാജ്. മഹാരാജ ജയിലിൽ ചാടി ഇങ്ങോട്ടേക്കാണ് വന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ സ്റ്റീഫൻ രാജ് അവിടെ വെച്ച് ഒരു അലമ്പ് ഉണ്ടാക്കുന്നില്ല. പകരം മഹാരാജയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയാണ്, വല്ലാണ്ട് ഷോ ഇറക്കാൻ നിൽക്കണ്ട, നിന്റെ കൂടെയുള്ളവർ എന്തായാലും ഞാൻ സങ്കടപ്പെടുത്താൻ പോകുന്നില്ല, അതുകൊണ്ട് നീയായിട്ട് നേരെ വണ്ടിയിൽ വന്ന് കയറിക്കോ. ഇവിടെ വെച്ച് മഹാരാജയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ജീപ്പിൽ ചെന്ന് കയറുകയാണ്. എന്നാൽ പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു വാഹനത്തിന്റെ പിന്നാലെ തന്നെ മിന്നു ഓടി വരികയാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് മഹാരാജയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ
മഹാരാജ അവിടുന്ന് പോയി കഴിഞ്ഞു. എന്നാൽ അതേ സമയത്ത് തന്നെ ബബ്ലു സിംഗ് താക്കൂർ കൃഷ്ണമൂർത്തിയെ നേരിട്ട് കാണാൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അയാളോട് നേരിട്ട് ഒരു കാര്യം പറയാണ്. ഈ തോട്ടം ലീസിനെടുത്തത് MLA ആണെങ്കിലും അവിടെ കൃഷി ഇറക്കുന്നത് ഞങ്ങളാണ്, ഠാക്കൂർ ഫാമിലി. പക്ഷേ ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നത് തേയിലയൊന്നുമല്ല, പകരം കൊക്കൈനാണ്. ഇനി MLAയുമായിട്ട് നമുക്ക് യാതൊരു ഡീലും ഇല്ല. ഡീന് നമുക്ക് നേർക്കാകാം, വർഷത്തിൽ 20 കോടിക്ക് മുകളിൽ തരാന്ന് പറയണം. എന്നാൽ കൃഷ്ണമൂർത്തിയെ പോലെ ഒരാള് ഇതിന് സമ്മതിക്കോ? കയ്യിൽ തിളച്ച ചായ ഉണ്ടായിരുന്നു, ആ ചായ ഇവന്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ബബ്ലു സിംഗ് താക്കൂർ ഒന്നും ചെയ്യുന്നില്ല. കൃഷ്ണമൂർത്തിയെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അന്ന് രാത്രി ആയപ്പോ തന്നെ MLA ഈ കാര്യം ചോദിക്കാനായിട്ട് ഈ ബബ്ലു സിംഗ് താക്കൂറിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ബബ്ലു സിംഗിന് ഇത് അത്ര ഇഷ്ടമായില്ല. എന്നോട് തട്ടിക്കയറി സംസാരിക്കാൻ മാത്രം നീ ആരടാന്ന് വെച്ചിട്ട് ഈ നാട്ടിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള MLAയുടെ കഴുത്ത് തന്നെ ഒരൊറ്റ വെട്ടിനാവും മുറിച്ചു കളയാണ്. പിന്നീട് അന്ന് രാത്രി തന്നെ തേയിലത്തോട്ടത്തിന് കാവലിരിക്കുന്ന എല്ലാ പോലീസുകാരെയും കൊന്നു കളഞ്ഞ് ബബ്ലു സിംഗും അവന്റെ ആളുകളും കൂടിയിട്ട് മുഴുവനായിട്ടുള്ള കൊക്കൈനും അവിടെ പോയിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ കൃഷ്ണമൂർത്തിയുടെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്, ആ കുടുംബത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനായിട്ട്. എന്നാൽ അവിടെ കാവലിനായിട്ട് SI ജാനകി ഉണ്ട് കേട്ടോ. അവളെ കൊണ്ട് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റി. അവസാനം ഇവന്മാർ അവളുടെ ആ ഒരു നെഞ്ചിലേക്ക് കത്തി കുത്തി കയറ്റാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ചാടി വന്ന ഒരേറ്റ ചവിട്ടാണ്. നോക്കുമ്പോ ആരാ? തോട്ടക്കാരനായിട്ടുള്ള ഗോവിന്ദ് കുചാൽ. പിന്നെ അങ്ങോട്ടേക്ക് പൂരം ഫൈറ്റ് ആയിരുന്നു. എന്നാൽ ഈ ഡാക്കൂറിന്റെ ആൾക്കാർ പിന്നി വന്നോണ്ടിരിക്കുകയാണ്. എന്ന് ഈ വരുന്നവന്മാരെയൊക്കെ വെട്ടി മുറിച്ചിടുകയാണ്. നോക്കുമ്പോ എന്താ, ഈ ഒരു ഗോവിന്ദ് കുചാൽ മാത്രമല്ല, മാൻസിംഗും ഗംഗാറാമും ജാൻസിയും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവന്മാരും കൂടിയിട്ട് ഈ താക്കൂറിന്റെ ആൾക്കാരെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആ കൂട്ടത്തില് നമ്മുടെ മിന്നു അവൾ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയ സമയത്ത് അവളുടെ പിന്നാലെയും ഒരുപാട് ആൾക്കാർ കൂടുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന മിന്നു അവള് സ്റ്റോപ്പ് ആവാണ്. പതിയെ ബേക്കോട്ട് വരുന്നുണ്ട്. നോക്കുമ്പോ ആരാ? നമ്മുടെ മഹാരാജ തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് മറ്റേ ഒരു സ്റ്റീഫൻ രാജ് ഉണ്ടല്ലോ, അവൻ ഈ പണി കൊടുത്ത അവന്റെ മേലുദ്യോഗസ്ഥൻ അയാളുടെ വീട്ടിലെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മഹാരാജയെ വിടിപ്പിച്ചു. അങ്ങനെയാണ് മഹാരാജ ഈ സ്റ്റീഫൻ രാജിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവിടെ വന്ന എല്ലാത്തിനെയും മഹാരാജയും കൂടെ ഉണ്ടായിരുന്ന അവന്റെ ആർമി ഒക്കെ നല്ല എണ്ണം പറഞ്ഞ അറിവുകാരാണ്. ഗോവിന്ദ് കുചാലും മാൻസിംഗും ഗംഗാറാമും ഝാൻസി എല്ലാം കൂടി ഇരുന്ന് വെട്ടി നൂറുക്കി കളയാണ്. ഇതിനുശേഷം മഹാരാജ നേരെ ചെല്ലുന്നത് ഈ ഠാക്കൂർ ഫാമിലി ഈ എസ്റ്റേറ്റിൽ നട്ടു വളർത്തിയ ഒരു കൊക്കൈൻ ഉണ്ടല്ലോ, അതെല്ലാവരും കൂടെ അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മഹാരാജ വരുന്നത്. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് ആ തോട്ടത്തിന് മുഴുവനായിട്ടും തീയിടുന്നുണ്ട്, ഓരോരുത്തരെയായിട്ട് വെട്ടി നുറുക്കുകയാണ്. അതിനിടയിൽ മഹാരാജയ്ക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോവാണ്, വെട്ടുകൊണ്ട് നിലത്ത് വീഴുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബബ്ലു സിംഗ് താക്കൂർ ഈ വന്ന മഹാരാജയുടെ മുഖം കാണുന്നുണ്ട്. താക്കൂർ ആകെ ഞെട്ടിപ്പോവാണ്. അപ്പൊ തന്നെ അവന്റെ അച്ഛന്റെ അനിയനായിട്ടുള്ള ബൽവന്ത് സിംഗ് താക്കൂറിനെ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഈ കഥയിലെ പ്രധാന വില്ലനായിട്ടുള്ള ബോബി ഡിയോൾ. ആ ബോബി ഡിയോളുടെ ക്യാരക്ടറിന്റെ പേരാണ് ബൽവന്ത് സിംഗ് താക്കൂർ. ക്രൂരനാണ്, ഒരു ദയവുമില്ല. ഇപ്പൊ തന്നെ വേട്ടയാടാനായിട്ട് ഒരു കാട്ടിലിരിക്കുകയാണ്. ഈ ബൽവന്ത് സിംഗിനോടാണ് ബബ്ലു സിംഗ് കാര്യം വിളിച്ചു പറയുന്നത്. ആ സമയത്ത് ബൽവന്ത് പറയാണ്, നീ അവനെ കണ്ടോ? അവൻ ചത്തോ? ഇല്ല, ഇപ്പൊ ചാകും, വെട്ടി നുറുകിക്കൊണ്ടിരിക്കാന്ന് പറയാണ്. എന്നാൽ ബൽവന്ത് പറയാണ്, ഇപ്പൊ പറ്റുമെങ്കിൽ ഈ നിമിഷം തന്നെ അവനെ കൊല്ല്, അവൻ അത്ര പെട്ടെന്നൊന്നും ചാവാത്ത ജാതി എന്ന് പറയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നേരം ഈ മഹാരാജയെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒറ്റ വെട്ടിന് തീർത്ത് നേരെ ഇപ്പൊ വരുന്നത് ബബ്ലു സിംഗിന്റെ അടുത്തേക്കാണ്. തീ പിടിച്ച കാട്ടിലൂടെ അവൻ അങ്ങനെ ഓടുകയാണ് കേട്ടോ. ഓടുന്ന സമയത്ത് അവന്റെ പിന്നാലെ വന്ന് ബബ്ലു സിംഗ് താക്കൂറിന്റെ തല തന്നെ വെട്ടിയെടുക്കുകയാണ് ആര്? മഹാരാജ. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം സിംലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫോണിലൂടെ ബൽവന്ത് കേൾക്കുന്നുണ്ട്. അതായത് മഹാരാജ ബബ്ലുവിനെ കൊന്നെന്നുള്ള കാര്യം ബൽവന്തിന് മനസ്സിലായി. കാരണം ബബ്ലുവിന്റെ കരച്ചിൽ ബൽവന്ത് കേട്ടു. അതേ നിമിഷം തന്നെ ഇത്രയും നേരം എയിം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കടുവയെ അവിടെ വെച്ച് തന്നെ ബൽവന്ത് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നാൽ അത് ചത്തിട്ടില്ലായിരുന്നു. ബൽവന്തിന്റെ നേരെ ആ കടുവ ചാടി കയറി അവനെ മാന്തി പൊളിക്കുകയാണ്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന വെറും കത്തി, ആ കത്തി ഉപയോഗിച്ച് ആ കടുവയെ വെട്ടി കീറിയെടുക്കുകയാണ് ബൽവന്ത്. അതോടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മഹാരാജയ്ക്കെതിരായിട്ട് വരാൻ പോകുന്ന ഈ വില്ലൻ ബൽവന്ത് സിംഗ് താക്കൂർ ഒരു സാധാരണ മനുഷ്യനല്ല. ബബ്ലുവിനെ കൊന്നു, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു, ആ ഒരു കൊക്കൈൻ തോട്ടത്തിന് തീയിടുകയും ചെയ്തു. പക്ഷേ ഒരുപാട് ബുള്ളറ്റുകൾ ദേഹത്ത് കയറി, ഒരുപാട് വെട്ടേറ്റത് കൊണ്ട് തന്നെ മഹാരാജയ്ക്ക് ഇപ്പൊ അല്പം പോലും ബോധമില്ല. അവിടുത്തെ ആശുപത്രിയിലേക്ക് മഹാരാജയെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കൃഷ്ണമൂർത്തിയും അദ്ദേഹത്തിന്റെ ഫാമിലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമകളായിട്ടുള്ള നമ്മുടെ മിന്നുവിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ഗോവിന്ദ് കുചാലിനോട് ചോദിക്കുന്നുണ്ട്, ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ജീവൻ വരെ നൽകാൻ മാത്രം അവൻ ആരാണ്? അവൻ എവിടുന്നാ വന്നത്? അവൻ എന്തിനാ ഈ കുഞ്ഞിനെ ഇത്രയും കാര്യത്തോടു കൂടി നോക്കുന്നത്? ഇതിന് മറുപടിയായിട്ട് ഗോവിന്ദ് കുചാലിന് ഒരു വലിയ കഥ പറയാനുണ്ടായിരുന്നു. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴവെള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്പൊ എത്ര സുലഭമായിട്ടാണ് ഇവിടെ ഈ വെള്ളം കിട്ടുന്നത്. എന്നാൽ ഞങ്ങളുടെ നാട്ടില് അങ്ങ് ഭോപ്പാലില് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമമാണ് എന്റെ ഗ്രാമം. അതായത് ഈ ഗോവിന്ദ് കുചാലും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും താമസിച്ചിരുന്ന ആ ഗ്രാമം.
ആ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ വരൾച്ചയായിരുന്നു. വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവരും. എന്നാൽ ഒരു കുടം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊരു നാണയം കൊടുക്കണം. ആ നാണയം ഇവർക്ക് കിട്ടുന്നത് ഠാക്കൂർ ഫാമിലിയുടെ കയ്യിൽ നിന്നാണ്. അവർ ആ ഒരു കൂലി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കോയിൻ കൊടുക്കണമെങ്കിൽ ഇതിന് പകരം ഈ ഗ്രാമത്തിലെ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഠാക്കൂർ ഫാമിലിക്ക് ഒരു വലിയ കോറിയുണ്ട്, മാർബിൾ കോറി. ലോകത്തിൽ എവിടെയും കിട്ടാത്ത ഒരു സവിശേഷമായ കല്ലായതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ ആ ഒരു മാർബിളിന് ഭയങ്കര വാല്യൂ ആണ്. അതുകൊണ്ട് ആ മാർബിൾ കോറിയിൽ പണിയെടുപ്പിക്കാനായിട്ട് ഗോവിന്ദ് കുചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ, അതുപോലെ തന്നെ അതിന്റെ ചുറ്റുഭാഗത്തുള്ള 50ഓളം ഗ്രാമങ്ങളുണ്ട്, അവിടുത്തെ എല്ലാ ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് അവർക്ക് കൊടുക്കുക എന്താ? ഈ കോയിനാണ്. ഈ കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം വരുമ്പോൾ ഒരു കുടം വെള്ളം കിട്ടുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് 50ഓളം ഗ്രാമങ്ങളിലെ ആൾക്കാർ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കോറിയുടെ മുതലാളിമാരായിട്ടുള്ള ഠാക്കൂർമാരെ കാണിക്കുകയാണ്. അവർ 3 സഹോദരങ്ങളാണ്. മൂത്തയാള് പൃഥ്വിരാജ് ഠാക്കൂർ. ഏതൊരു പെണ്ണിനെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ തന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്ന നീചനായിട്ടുള്ള കാമവെറിയനായിട്ടുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത്തെ ആള് യശ്വന്ത് സിംഗ് താക്കൂർ. മനുഷ്യനെ വെറും മൃഗങ്ങൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ വെറും പ്രാണികളായിട്ട് കാണുന്ന അതിക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ തന്നെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാഴ്ചയോളം ജോലി ചെയ്തു. എന്നിട്ട് ഒരു പാവപ്പെട്ട വൃദ്ധന്റെ കൈയൊന്നും മുറിഞ്ഞപ്പോ 1/2 ദിവസം ലീവാക്കി. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൊടുക്കേണ്ട ശമ്പളം മുഴുവനായിട്ടും ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ ഇത് ചോദിക്കാനായിട്ട് കാശി എന്ന പേരുള്ള ഒരു പയ്യൻ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി കൊടുക്കാൻ വന്നത് പൃഥ്വിരാജ് സിംഗ് താക്കൂറോ അല്ലെങ്കിൽ യശ്വന്ത് സിംഗ് താക്കൂറോ ആയിരുന്നില്ല. ഇവരുടെ ഏറ്റവും ചെറിയ അനിയനായിട്ടുള്ള ബൽവന്ത് സിംഗ് താക്കൂർ ആയിരുന്നു. ഒരു രാക്ഷസൻ, ദയ എന്താണെന്ന് പോലും അറിയാത്ത ഒരു മൃഗം. ക്രൂരതയുടെ കാര്യത്തിൽ ഇവനുണ്ടല്ലോ, ഈ ബൽവന്ത് സിംഗ് താക്കൂർ 2 ചേട്ടന്മാരെയും കവച്ചു വെക്കും. ഇപ്പൊ ആ ഒരു അപ്പൂപ്പിന് വേണ്ടി സംസാരിച്ച കാശി എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ ഷോൾഡറിൽ വെള്ളം വെച്ച് നീ നടക്ക്. ഒരു തുള്ളി പോലും പുറത്തേക്ക് പോവാതെ നീ അങ്ങ് വരെ പോയിട്ട് വരികയാണെങ്കിൽ നിനക്ക് ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാഴ്ചത്തേക്കുള്ള കോയിൻ വെറുതെ തരാന്ന് പറയണം. അങ്ങനെ പേടിച്ച് കാശി ആ വെള്ളത്തിന്റെ 2 കുടങ്ങളും തൊള്ളി തൂക്കിയിട്ട് പതിയെ നടക്കുകയാണ്. എന്നാൽ ഒരു തുള്ളി വെള്ളം തുളുമ്പാതെ പോവാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഘട്ടത്തിൽ വെള്ളം പുറത്തേക്ക് പോകണം. അപ്പൊ തന്നെ ബൽവന്ത് സിംഗ് താക്കൂർ ഗണ്ണെടുക്കുന്നുണ്ട്, മുകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. മുകളിലുണ്ടായിരുന്ന വലിയൊരു മാർബിളിന്റെ കല്ല് ആ കാശിയുടെ ദേഹത്തേക്ക് വീണ് ചതഞ്ഞരഞ്ഞില്ലാണ്ടായി പോവാ. ആ കൂട്ടത്തിലെ എല്ലാ മനുഷ്യരും അത് നോക്കി നിലവിളിക്കല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അത്രയും കഷ്ടപ്പാടിലായിരുന്നു ആ സ്ഥലത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തിലെ ഏകദേശം 50ഓളം ഗ്രാമങ്ങൾ. അങ്ങനെ കഷ്ടപ്പാടിന്റെ ദിവസങ്ങളായിരുന്നു ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും. അങ്ങനെ ഒരു ദിവസം ഗോവിന്ദ് കുചാൽ അയാളുടെ ഗ്രാമത്തിൽ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒരു പത്രം കിട്ടുകയാണ്. ആ പത്രത്തിൽ ഒരു വാർത്ത ഈ പെൺകുട്ടി കാണുന്നുണ്ട്. സീതാറാം എന്ന് പേരുള്ള ഒരു സിവിൽ എഞ്ചിനീയർ, എല്ലാ നാട്ടിലേക്കും വെള്ളം എത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സ്റ്റാഫാണ്. ഇത് കണ്ടപാട് തന്നെ വലിയ ആൾക്കാരോട് ഈ പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് സീതാറാം എന്ന ആ ഒരു എഞ്ചിനീയറെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകണം. എന്നാൽ ആരെയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. എന്നാൽ അതിനിടയിൽ കൂടെ മറ്റേ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഉള്ളിലേക്ക് പോയിട്ട് ഗാർഡനിലെ വെള്ളം എല്ലാം ചെടിക്കായിട്ട് ഓട്ടോമാറ്റിക്കായി നനക്കുന്നുണ്ട്. ആ വെള്ളം അവൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ തല്ലാൻ നിൽക്കുമ്പോൾ ഒരാൾ തടുക്കുകയാണ്, വേണ്ടാന്ന് പറയാണ്. ഇപ്പൊ കാറിൽ നിന്നും സീതാറാം എന്ന് പേരുള്ള ആ ഒരു എഞ്ചിനീയർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇത്രയും നേരം നമ്മൾ കണ്ട മഹാരാജ തന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സീതാറാമിനെ കണ്ടപാട് തന്നെ കുചാൽ സിംഗ് അടക്കം ബാക്കിയുള്ള എല്ലാവരും കരഞ്ഞ് നിലവിളിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എല്ലാവരും വിളിച്ചു. ഇവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വല്ലാണ്ട് ഷോക്കായി പോവാണ് ഈ സീതാറാമും അദ്ദേഹത്തിന്റെ ഭാര്യയും. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ ആരോ ഒരാൾ പിടിക്കുകയാണ്. നോക്കുമ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, അണ്ണ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാട്ടിലേക്ക് വെള്ളം എത്തിക്കുക, കഷ്ടപ്പാടാണ്, സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി സീതാറാം നേരെ ഗ്രാമത്തിലേക്ക് വരികയാണ്. ഗ്രാമത്തിലേക്ക് വന്ന പാട് തന്നെ അവിടുത്തെ ആ ഒരു ദുരന്താവസ്ഥ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. അങ്ങനെ കുറച്ചധികം നാള് ആ ഗ്രാമത്തില് ഇപ്പോൾ സീതാറാമും അദ്ദേഹത്തിന്റെ ഭാര്യയും ചെലവഴിക്കുകയാണ്. എന്നിട്ട് ആ ഗ്രാമത്തിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു ഭൂമിയെ കുറിച്ചും നന്നായിട്ട് പഠിക്കുകയാണ്. എന്നിട്ട് ആ പഠന റിപ്പോർട്ടുമായിട്ട് ആ ജില്ലയിലെ കളക്ടർ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കളക്ടർ നന്ദിനിയോട് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് അകലെയായിട്ട് ഒരു നദിയുണ്ട്, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു വലിയ ചാല് വെട്ടിക്കീറി ഇവിടെ ഒരു ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭാഗത്ത് കൃഷിയും കാര്യങ്ങളും ചെയ്യാൻ കഴിയും, ആവശ്യത്തിന് വെള്ളം കിട്ടും. ഇത് കേട്ടപാട് തന്നെ ഈ കളക്ടർ ആകെ ഷോക്കാവുന്നുണ്ട്. ശരിക്കും അത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് സീതാറാം പറയാണ്. പക്ഷേ ഇവിടെ ഒരു തടസ്സമുണ്ട്. ഈ ഡാം ഉണ്ടാക്കേണ്ട ഭാഗത്താണ് ശരിക്കും ഈ താക്കൂർമാരുണ്ടല്ലോ അവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലുള്ള കോറികൾ ഉള്ളത്. പക്ഷേ അത് അവർ നടത്തുന്നത് തന്നെ ഇല്ലീഗലായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് ഒഴിപ്പിച്ചു തന്നാൽ ഈ ഡാമിന്റെ പരിപാടി നമുക്ക് തുടങ്ങാന്ന് പറയണം. എന്തായാലും കളക്ടറെ കാണാൻ വേണ്ടി സീതാറാം പോയല്ലോ. അതറിഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് ഠാക്കൂർമാര് ഈ സീതാറാമിനെ വിളിപ്പിക്കുകയാണ്. ചുറ്റും ദരിദ്രരായിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരുള്ള സമയത്ത് ആ കൊട്ടാരം എന്ന് നോക്കിയ ചുമ്മാ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടും പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഏരിയ തന്നെ. എന്തായാലും അവസാനം കൊട്ടാരത്തിലേക്ക് സീതാറാം കയറി ചെല്ലുകയാണ്. 3 പേരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലും അവര് സീതാറാമിനെ ഈ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതും ഭയങ്കര അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ്. പ്രധാനമായിട്ടും ബൽവന്ത് സിംഗ് താക്കൂർ എത്രയാ വേണ്ടതെന്ന്
വെച്ചാൽ മേടിച്ചിട്ട് പൊയ്ക്കോ എന്നാണ് ഭയങ്കര അഹങ്കാരത്തോടു കൂടെ പറയുന്നത്. ഇത് കേട്ട സമയത്ത് സീതാറാം ഒരു കാര്യം പറയുന്നുണ്ട്. എടോ നീയൊക്കെ ആരെ എന്ത് കാട്ടിയായി പേടിപ്പിക്കുന്നത്? പേടിപ്പിക്കുമ്പോൾ പേടിക്കോ എന്ന് നോക്കിയിട്ട് വേണം പേടിപ്പിക്കാൻ. എന്തായാലും എന്റെ ഈ റിപ്പോർട്ട് മുഴുവൻ കളക്ടറുടെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറയണം. ഇതേ നേരം തന്നെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ബൽവന്ത് സിംഗ് താക്കൂർ ചായ കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. ആ ചായ കൊണ്ടുവരുന്ന സ്ത്രീ അത് മറ്റാരുമല്ല, ഈ നാട്ടിലെ കളക്ടറായിരുന്നു. കളക്ടർ നന്ദിനി മറ്റാരുമല്ല, ഈ ബൽവന്ത് സിംഗ് താക്കൂറിന്റെ ഭാര്യയാണ്. ഇത് കണ്ട സമയത്ത് സീതാറാം ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെ വെച്ച് പതറാതെ പറയാണ്, നിങ്ങൾ ഇവിടെ വെച്ച് കളിച്ചോ, പക്ഷേ ഇതിനു മുകളിൽ ആൾക്കാരുണ്ടാവുമല്ലോ, ഞാൻ ഈ ഡാം ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇതും പറഞ്ഞ് അവിടെ വെച്ച് വെല്ലുവിളിച്ച് സീതാറാം നേരെ പോകുന്നത് ഇറിഗേഷൻ മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ്. മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് പല തവണ സീതാറാമും അദ്ദേഹത്തിന്റെ ഭാര്യയും പോകുന്നുണ്ട്. എന്നാൽ 3-4 ദിവസമായിട്ട് തിരക്കാന്ന് പറയാന്നല്ലാതെ മിനിസ്റ്റർ മുഖം കാണിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ദേഷ്യം വന്ന് നമ്മുടെ സീതാറാം എന്ത് ചെയ്തു, അവിടുത്തെ അവർ ചെയ്യണ്ടല്ലോ, അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. മര്യാദക്ക് അപ്പോയിന്റ്മെന്റ് തന്നു എന്ന് പറയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ മിനിസ്റ്റർ ഇപ്പോൾ സീതാറാമിനോട് സംസാരിക്കാം. എന്താണോ റിപ്പോർട്ടിൽ അവൻ എഴുതിയത് ആ കാര്യങ്ങളെല്ലാം സീതാറാം ഇപ്പോൾ മിനിസ്റ്ററോട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡാം അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് മാത്രമല്ലേ വരുള്ളൂ, ഉറപ്പായിട്ടും ഇതിനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് മിനിസ്റ്റർ പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, മിനിസ്റ്ററുടെ അടുത്തേക്ക് സീതാറാമും അതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ ചില ആൾക്കാരും പോയിട്ട് ഈ റിപ്പോർട്ട് കൊടുത്ത കാര്യം താക്കൂർ ഫാമിലി അറിയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് പകയായി. അന്ന് രാത്രി തന്നെ വാഹനങ്ങളുമായിട്ട് താക്കൂർ ഫാമിലി ആ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയാണ്, അതായത് കുജാൽ സിംഗിന്റെ ആ ഗ്രാമത്തിലേക്ക്. എന്നാൽ വണ്ടിയുടെ ശബ്ദം കേട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഓടി ചെല്ലുകയാണ്. ചിലപ്പോൾ ചേട്ടന്മാരായിരിക്കും വരുന്നതെന്ന് കരുതിയിട്ട്. എന്നാൽ അങ്ങനെ ഓടി വന്ന ആ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് വെട്ടിവെച്ച് ഇവർ കൊന്നുകളയാണ്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തെ പൂർണ്ണമായിട്ടും ചുട്ടരിച്ച് ഒരാൾ പോലും ബാക്കി വെക്കാതെ വെട്ടിവെച്ച് കൊന്നുകളയാണ് ഈ താക്കൂർമാര്. അതായത് ബൽവന്ത് സിംഗ് താക്കൂറും യശ്വന്ത് സിംഗ് താക്കൂറും അതുപോലെ തന്നെ പൃഥ്വിരാജ് താക്കൂറും എല്ലാവരുടെയും കണ്ണുകളിൽ പ്രതികാരം കാണാൻ കഴിയായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവരെ കൊന്ന് കൊല വിളിച്ച് അവർ തിരിച്ചു പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സീതാറാമും ഗോവിന്ദ് കുജാലും മാൻസിംഗും ഗംഗാറാമും അതുപോലെ തന്നെ ജാൻസി ഇവരെല്ലാം തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഗ്രാമത്തിന്റെ അവസ്ഥ എന്താ, ചുട്ട് കത്തിച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒരാൾ പോലും ജീവനോടില്ലായിരുന്നു. എന്നാൽ അല്പം ജീവനോട് കൂടിയിട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചില കാര്യങ്ങൾ സീതാറാമിനോട് പറയുന്നുണ്ട്. അത് കേട്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഈ താക്കൂർമാരുടെ ഒരാളുണ്ട്. അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് സീതാറാമിന്റെ തലക്കിട്ട് ഒരേറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ വെച്ച് നിന്റെ തല വെട്ടിയെടുത്ത് ഈ നാട്ടുകാരെ എന്നേക്കുമായിട്ട് ഞങ്ങളെ കാൽ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇതും പറഞ്ഞ് അയാൾ കത്തിയുമായിട്ട് സീതാറാമിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നാൽ അയാളുടെ കൈ വെട്ടി ആ കത്തി മേടിച്ച് ഇവന്റെ തല തന്നെ വെട്ടി മുറിച്ചിടുകയാണ്. ഇത് കണ്ടപ്പോൾ അവിടെ ബാക്കിയായിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ മുഴുവൻ ഭയങ്കരമായിട്ട് ആവേശം വരികയാണ്. അതുപോലെ തന്നെ സീതാറാം അവന്റെ മുഖക്കാകെ മാറി ദേഷ്യവും സങ്കടവും പകയും ഇതെല്ലാം ഉള്ളിലും വന്നിട്ട് ഉറക്കനെ നിലവിളിക്കാണ് ബൽവന്ത് സിംഗിന്റെ പേര് വിളിച്ച്. പിന്നെ എല്ലാം കൂടെ ഒരു പോക്ക് പോവാണ് താക്കൂർമാരുടെ കൊട്ടാരത്തിലേക്ക്. അവിടെ വെച്ച് പിന്നെ പറയണ്ടല്ലോ, സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെ ബാക്കി ഒരെണ്ണത്തിനെ പോലും ജീവനോട് വെച്ചില്ല. അതുപോലെ താക്കൂർ ഫാമിലിയിലെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ യശ്വന്ത് സിംഗ്, അവനെ വലിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് അവരുടെ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ആട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നന്ദിനിയൊക്കെ തടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സീതാറാമിന്റെ കോപത്തിന് മുന്നിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സീതാറാം ഒരു കാര്യം പറയുന്നുണ്ട്, ഇവൻ എന്താ ഞങ്ങളുടെ ഗ്രാമത്തിലെ കുഞ്ഞിനോട് ചെയ്തതെന്നറിയോ? അതേ നേരം തന്നെ അടികൊണ്ട് കിടക്കുന്ന ഈ യശ്വന്ത് വെള്ളത്തിന് വേണ്ടി പറയുന്നുണ്ട്, ചാകാൻ കിടക്കാണല്ലോ. ഇതേ അവസ്ഥയിൽ ആ ഒരു പെൺകുട്ടി കരഞ്ഞ സമയത്ത് ആ പെൺകുട്ടിയുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തവനാണ് യശ്വന്ത് സിംഗ്. സഹിക്കാൻ പറ്റുമോ? ഇത് സഹിക്കാൻ പറ്റിയില്ല. അവനെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു എന്തോ ഈ വെള്ളമൊക്കെ ചാടുന്ന ഗാണ്ടിലെ ആ സാധനമില്ലേ, അതിന്റെ മുകളിലേക്ക് ഒരേറ്റ ഏറാണ്. നടുവ് പിളർന്ന് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാണ് അവന്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും താക്കൂർ ഫാമിലിയുടെ ഉറക്കം കളയുന്നതായിരുന്നു പ്രധാനമായിട്ടും ബൽവന്ത് സിംഗ്. ഈ ബൽവന്ത് സിംഗും അവന്റെ ചേട്ടനായിട്ടുള്ള പൃഥ്വിരാജ് സിംഗും രണ്ടുപേരും പരക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീതാറാമിനെയും അവന്റെ ആൾക്കാരെയും പിടിക്കാനായിട്ട്. എന്നാൽ ഒരാളെ പോലും കിട്ടുന്നുമില്ല. ചുറ്റുമുള്ള ഗ്രാമത്തിലെ എല്ലാവരും ഇവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലേക്ക് വന്ന ഇവരുടെ നേതാവായിട്ട് വന്ന സീതാറാമിനെ ഒരുപാട് ബഹുമാനത്തോടു കൂടി ഇവര് വിളിച്ചു മഹാരാജ്, താക്കൂർ മഹാരാജ്. എന്തായാലും ഇതിനുശേഷം താക്കൂർമാരുടെ ആ ഒരു കോറിയിൽ നിന്നും ഒരു ലോഡ് പോലും ഇതുവരെയായിട്ടും ഈ നാട് വിട്ടുപോയിട്ടില്ല. ഒരുപാട് ട്രക്കുകൾ മാർബിളുമായിട്ട് പോകുന്നുണ്ടല്ലോ, എല്ലാത്തിനും ഇവർ കത്തിച്ചു കളയാം. സാമ്പത്തികമായിട്ട് തന്നെ താക്കൂർ ഫാമിലി ആകെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും പോലീസ് ഫോഴ്സിനെയും അതുപോലെ തന്നെ ഇവരുടെ ആളുകളെയും ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ മതിയാവുള്ളൂ. അതിനായിട്ട് പല ട്രാപ്പുകളും ഇവരുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സീതാറാമിന്റെ ഭാര്യ ഗർഭിണിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ ഇവർ പിടിക്കുകയാണ്. കൂടെ തന്നെ ഒരുപാട് ഗ്രാമത്തിലെ സ്ത്രീകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. പിന്നെ അറിയാലോ, ഇവൻ കാമപരാധനാണ്. അപ്പൊ അതിൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചു വലിച്ച് ടെന്റിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ ആരെങ്കിലും അവന്റെ പേര് അല്ലെങ്കിൽ അവൻ എവിടെയാണെന്ന് പറയുന്നത് വരെ ഞാൻ ഇവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്ന അറിയാം. അങ്ങനെ ആ ഒരു ടെന്റിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് സീതാറാമിന്റെ ഭാര്യ പറയണം, അവളൊന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞു തരാം എന്റെ ഭർത്താവ് എവിടെയാണെന്ന്. അങ്ങനെ മാപ്പ് കാണിച്ചു കൊടുത്തു. മാപ്പിൽ ഒരു സ്ഥലം തൊട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ട സമയത്ത് എല്ലാവരും പേടിക്കുകയാണ് കേട്ടോ. കാരണം ആ സ്ഥലം ഇവര് നിൽക്കുന്ന ഇതേ സ്ഥലം തന്നെയാണ്. അതായത് സീതാറാമും അവന്റെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സീതാറാമിന്റെ ഭാര്യ ഇവര് പിടിച്ചതല്ല. ഇവർക്ക് വേണ്ടി
സീതാറാം അതായത് ദാക്കു മഹാരാജ വെച്ച ഒരു കെണിയായിരുന്നു. അധികം വൈകാതെ ദാക്കു മഹാരാജയും ആളുകളും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. പിന്നെ ഈ പൃഥ്വിരാജ് സിംഗ് ഇയാളുടെ എല്ലാ ആൾക്കാരെയും കൊന്നു വിളിക്കുന്നുണ്ട്. അവസാനം ഇയാൾ മാത്രം ബാക്കിയായി. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ചാട്ട കൊടുത്തിട്ട് പറയണം, നിന്റെ മാനത്തിന് വില പറഞ്ഞവനല്ലേ ഇവൻ, നീ തന്നെ അവന് ശിക്ഷ കൊടുക്കുന്നു പറയണം. അങ്ങനെ ആ ചാട്ട വെച്ച് ആ പെൺകുട്ടി തന്നെ ഇവനിട്ട് നന്നായിട്ട് പെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പൃഥ്വിരാജ് സിംഗ് താക്കൂർ ഒരു കാര്യം പറയുന്നുണ്ട്, നോക്കിക്കോടാ എന്റെ അനിയൻ ബൽവന്ത് സിംഗ് താക്കൂർ വരും, നിന്നെ പിടിക്കോടാ, പക വീട്ടുവടാ. ഈ സമയത്ത് മഹാരാജ ഒരു കാര്യം പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തേണ്ടത് നീയല്ലടാ, ഞാനാ നിന്നെ ഭീഷണിപ്പെടുത്തേണ്ടത്. ഇതും പറഞ്ഞൊരു വലിയ വാളെടുത്ത് അവന്റെ നെഞ്ചത്തോട്ട് കുത്തി കയറ്റി പോക്കി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു കറക്കലാണ്, സ്പോട്ടിൽ തന്നെ തീർന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വേട്ടയുടെ കാലം തന്നെയായിരുന്നു കേട്ടോ. ബൽവന്തിന്റെ ഉറക്കം മുഴുവൻ നഷ്ടമായി. അവന്റെ ബിസിനസ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ചുറ്റുമുള്ള എല്ലാ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരെയും ഈ താക്കു മഹാരാജയും കൂടെയുള്ള എല്ലാ ആൾക്കാരെയും സഹായം ചെയ്യുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആയുധം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീതാറാമിന്റെ ഭാര്യ അതായത് താക്കു മഹാരാജ, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയാണല്ലോ. അപ്പോൾ ഓരോ മാസവും എന്തൊക്കെയോ ചടങ്ങുകളുണ്ടാവും. അപ്പൊ അത് ആ ഗ്രാമത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സമയത്ത് സീതാറാം അതായത് മഹാരാജ എന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, വലിയ സമ്പത്തുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതുപോലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ചടങ്ങൊക്കെ കഴിപ്പിക്കുന്നതിൽ നിനക്ക് സങ്കടം ഉണ്ടോ ചോദിക്കുകയാണ്. എന്നാൽ സീതാറാമിന്റെ ഭാര്യ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കാണട്ടെ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ നമ്മളെ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിക്കുന്ന ഈ ജനങ്ങൾക്കിടയിൽ വെച്ച് ഇത് ആഘോഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എന്റെ മനസ്സിൽ നിന്ന് പറയാണ്. അതുപോലെ ഇവരുടെ വേട്ട അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബൽവന്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും സീതാറാമിനെ ഒതുക്കിയേ മതിയാവുള്ളൂ. അങ്ങനെ മിനിസ്റ്ററെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യുക, ചില കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവർക്കൊരു രഹസ്യ വിവരം കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു അമ്പലമുണ്ട്, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ മാത്രം പോകുന്ന ഒരു അമ്പലം. ആ അമ്പലത്തിലേക്ക് മഹാരാജയുടെ ഭാര്യ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബബ്ലു സിംഗും അവന്റെ ആളുകളും എല്ലാവരും കൂടെ ആ അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ബബ്ലു സിംഗ് ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം പൃഥ്വിരാജ് സിംഗ് താക്കൂർ അയാളുടെ മകനാണ് ഈ ബബ്ലു സിംഗ്. അങ്ങനെ ബബ്ലു സിംഗും അവന്റെ ആൾക്കാരും കൂടെ അമ്പലത്തിൽ മുഴുവനായിട്ടും പരിശോധിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സീതാറാമിന്റെ ഭാര്യ അവിടെ വന്നിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ അമ്പലത്തിലേക്ക് വന്ന ഈ ബൽവന്ത് സിംഗിന്റെ ഭാര്യ ഉണ്ടല്ലോ നന്ദിനി, കളക്ടർ, അവള് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് ഒരു ഭാഗത്തേക്ക് ഒളിപ്പിച്ച് ഇവിടെ നിൽക്കുന്നു പറയാണ്. അതേ നേരം തന്നെ ബബ്ലു വന്നിട്ട് നന്ദിനിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുപോലെ ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയെ കണ്ടോ, അതായത് സീതാറാമിന്റെ ഭാര്യയെ? ആ കണ്ടു, ആ വഴിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് തെറ്റായ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ആര്, നന്ദിനി. എന്നിട്ട് ആരും ഇല്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് നന്ദിനി ഇപ്പോൾ ഈ ഒരു സീതാറാമിന്റെ ഭാര്യയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സീതാറാമിനെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ നന്ദിനിയുടെ ഒരു പ്ലാൻ ആയിരുന്നു. അതായത് മരിച്ചുപോയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് നിലത്ത് നിന്നും കിട്ടിയ ഒരു പത്രം, അതുവഴിയാണ് സീതാറാം എന്ന ആ എഞ്ചിനീയറെ കുറിച്ച് ഇവരെ അറിഞ്ഞതും സീതാറാമിനെ പോയി കണ്ടതും. ആ പത്രം അവർക്ക് കിട്ടാൻ പാകത്തിന്, അവർ വായിക്കാൻ പാകത്തിന് അവിടെ കൊണ്ടുവന്ന് വെച്ചത് തന്നെ മറ്റാരുമല്ല കളക്ടറായിട്ടുള്ള നന്ദിനിയാണ്. തന്റെ ഭർത്താവാണ് ബൽവന്ത് സിംഗ്. എന്നിരുന്നാലും അയാൾ ചെയ്യുന്ന ക്രൂരതയിലൊന്നും നന്ദിനിക്ക് യാതൊരു പങ്കുമില്ല. അതുപോലെ തന്നെ ഈ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സീതാറാമിനെ കുറിച്ചുള്ള വാർത്ത എഴുതി ആ ഒരു പത്രം ഗ്രാമത്തിൽ ഈ നന്ദിനി കൊണ്ടുപോയിട്ടത്. അതുകൊണ്ടാണല്ലോ സീതാറാം ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതിലെനിക്ക് വലിയ കുറ്റബോധം ഉണ്ടെന്ന് നന്ദിനി ഇപ്പോൾ സീതാറാമിന്റെ ഭാര്യയോട് പറയാണ്. ഗർഭിണിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നില്ലേ, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാന്ന് പറയാണ്. അതുപോലെ സീതാറാം അദ്ദേഹത്തിന്റെ ചേട്ടനായിട്ട് ഞാൻ കരുതുന്നത്, അദ്ദേഹത്തിനോട് പറയണം, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു മോളുണ്ട്, ആ മോളെ എങ്കിലും രക്ഷപ്പെടുത്തണം. എന്നാൽ ഇതെല്ലാം കേട്ട സമയത്ത് നന്ദിനിയോട് സീതാറാമിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി. ഇതേ നേരം തന്നെ മഹാരാജ് മറ്റൊരു കാര്യം മനസ്സിലാക്കി. അതായത് ടാക്കൂർ ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആ ഒരു ഇറിഗേഷൻ മിനിസ്റ്റർ എന്ന്. അങ്ങനെ പോലീസിന്റെ നടുവിൽ വെച്ച് തന്നെ അയാളെയും പൊക്കിയെടുത്തുകൊണ്ട് നേരെ ഇവരുടെ സങ്കേതത്തിലേക്ക് പോവാണ്. നല്ല പെടയും പിടിച്ചു കേട്ടോ. എന്നിട്ടൊരു വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ മിനിസ്റ്ററോട് സംസാരിക്കാൻ പറയാണ്. അതായത് എന്താണ് ശരിക്കും ടാക്കൂർമാരുടെ ആ ഒരു ബിസിനസ് എന്ന്. ശരിക്കും മാർബിൾ കച്ചവടം അത് അവരുടെ ഒരു മറ മാത്രമാണ്. ഇന്റർനാഷണൽ ലെവലിൽ നല്ല ഡിമാൻഡുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഈ മാർബിൾ കല്ല് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എന്നാൽ ഇതിന്റെ ഉൾഭാഗത്ത് ചെറിയൊരു അറ പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൊക്കൈൻ വെച്ച് അതാണ് ഇവരുടെ പ്രധാന ബിസിനസ്. ഇപ്പൊ മാർബിൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൊക്കൈൻ ഇവിടുന്ന് കിടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ടാക്കൂർ ഫാമിലി ആകെ പെട്ടുകിടക്കുകയാണ്. മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഷൂട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അതൊരു കേസറ്റിലാക്കി വേഗം തന്നെ ടാക്കൂർ മഹാരാജ് പിന്നീട് നന്ദിനിയെ നേരിട്ട് വിളിക്കുകയാണ് കേട്ടോ. അതായത് മഹാരാജ് ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണക്കാര് തന്നെ ഈ നന്ദിനിയാണല്ലോ. നന്ദിനിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവരുടെ ശരിക്കുള്ള കച്ചവടം അത് കൊക്കൈനാണ്. അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്ത വീഡിയോ കാസറ്റ് എന്റെ കയ്യിൽ ഇപ്പൊ നിലവിലുണ്ട് എന്ന് പറയണം. അധികം വൈകാതെ അത് ഡൽഹിയിലേക്ക് അയക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ മറുഭാഗത്തുനിന്ന് നല്ല രീതിയിലായിരുന്നില്ല നന്ദിനിയുടെ മറുപടി. കാരണം ഓൾറെഡി നന്ദിനിയെ ബൽവന്ത് സിംഗ് താക്കൂർ പൊക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ആ അമ്പലത്തിൽ വെച്ച് നന്ദിനിയും അതുപോലെ തന്നെ സീതാറാമിന്റെ ഭാര്യയും സംസാരിക്കുന്നത്. സീതാറാമും മഹാരാജൊക്കെ ഒരാളാണ് കേട്ടാ. എന്തായാലും അവർ ആ സംസാരിക്കുന്ന കാര്യം ആര് കണ്ടിട്ടുണ്ടായിരുന്നു? ബബ്ലു സിംഗ് താക്കൂർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നന്ദിനി പിടിക്കപ്പെട്ടത് കേട്ടോ. ശരിക്കും നന്ദിനി ചെയ്തതാണ് ഏറ്റവും വലിയ റിസ്ക്. ഈ വില്ലന്മാരുടെ കൂടെ നിന്ന് തന്നെ ആ പാവങ്ങളെ സഹായിക്കുന്ന പരിപാടി. ഈ സമയത്ത് ബൽവന്ത് ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മഹാരാജയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അവളിപ്പോ നിന്നെ കാണുന്നത് ഒരു ചേട്ടനായിട്ടല്ലേ, അതായത് നിന്റെ അനിയത്തിയല്ലേ ഈ ഇരിക്കുന്നത്, ഞാൻ അവളുടെ കൈ മുറിക്കാൻ വേണ്ടി പോവാണ്. ഒരിച്ചിരി നേരം
നേരം കഴിഞ്ഞാൽ രക്തം പോയിട്ട് അവൾ മരണപ്പെടും. അതിനു മുന്നേ ആ കാസറ്റ് മാറ്റി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിനക്ക് നിന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താന്ന് പറയണം. എന്നാൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യണമെന്ന് മഹാരാജയ്ക്ക് മനസ്സിലാവുന്നില്ല. വെള്ളം കിട്ടാതെ കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഈ പാവങ്ങളെ സഹായിക്കണോ, അതായത് ആ ഒരു കാസറ്റ് ഇവർക്ക് തന്നെ നൽകണോ, അല്ലെങ്കിൽ അത് താക്കൂറിന് കൊടുത്തുകൊണ്ട് നന്ദിനിയെ രക്ഷപ്പെടുത്തണോ? ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ. ഇതേ നേരം തന്നെ താക്കൂറിന്റെ വീട് കാണിക്കുകയാണ്. ഈ താക്കൂർ ഉണ്ടല്ലോ, അതായത് ബൽവന്ത് സിംഗ് താക്കൂർ, ഇവനെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. ആര്? ഈ നന്ദിനി. അതിന്റെ പേരിൽ നന്ദിനി അവളുടെ വീട്ടിൽ നിന്ന് പുറത്തായതാണ്. പക്ഷെ അന്ന് അവൾ എടുത്ത ആ ഒരു തീരുമാനം അത് വളരെ വലിയൊരു തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. ഈ പാവങ്ങളെ നീ എത്ര ദ്രോഹിച്ചാലും അവസാനം അവസരനായ നിന്നെ കീഴ്പ്പെടുത്താൻ അവൻ വരും എന്ന് തന്നെ നന്ദിനി ഇപ്പോ ഇവനോട് പറയാണ്. ഇതിൽ ദേഷ്യം വന്ന് അവനുണ്ടല്ലോ, അവളെ പിടിച്ച ഒരേറ്റ തള്ളാണ്. സ്വന്തം ഭാര്യയാണ്, അവളുടെ കയ്യിൽ സ്വന്തം കുഞ്ഞുണ്ട് എന്ന് പോലും നോക്കാതെ ആ വീഴ്ചയിൽ നന്ദിനിയുടെ കയ്യിൽ നിന്നും അവളുടെ മോള് നിലത്തേക്ക് വീണ് മോളുടെ തല പോയിട്ട് നിലത്തടിക്കുകയാണ്. രക്തം വരുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് നന്ദിനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. അവിടെ ഒരു ഗണ്ണുണ്ടായിരുന്നു, അതെടുത്ത് നേരെ ബബ്ലു സിംഗിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ബൽവന്തിനെ ഷൂട്ട് ചെയ്തപ്പോൾ അവന്റെ കയ്യിൽ ബുള്ളറ്റ് തറയുന്നുണ്ട്. പിന്നീട് വെടിവെക്കാൻ ഉണ്ടയില്ലല്ലോ. പിന്നീട് മകളെയും പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ നന്ദിനി പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. എന്ന് അവളുടെ കയ്യിൽ നിന്ന് രക്തം പോകുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും വേണം. അവളുടെ തലപൊട്ടി ചോര വരികയാണ്. അതിന്റെ തന്ത തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു ബൽവന്ത്. ക്രൂരതയുടെ ഏറ്റവും വലിയൊരു ആൾരൂപമാണ് ഈ മനുഷ്യൻ. സ്വന്തം മകൾ അവിടെ മരിക്കാൻ കിടന്നിട്ടും ആ മകളെ രക്ഷപ്പെടുത്താതെ നന്ദിനി ഉപദ്രവിക്കാനാണ് അവനിപ്പോ നോക്കുന്നത് കേട്ടോ. ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുന്ന അതേ നേരം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കുതിരപ്പുറത്ത് ആരൊരാൾ വരികയാണ്. വിളക്ക് വെച്ച് ഈ ബൽവന്തിന്റെ മുഖത്ത് നോക്കി ഒരേറ്റ അടി അടിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ താക്കൂ മഹാരാജ തന്നെയാണ്. പിന്നീട് അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. കൂടാതെ നാട്ടുകാരും അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഇപ്പൊ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ബബ്ലു സിംഗ് എങ്ങനെയൊക്കെയോ ബൽവന്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് അവിടെ ഒരു രഹസ്യ വഴി ഉണ്ടായിരുന്നു, അതിലൂടെ രക്ഷപ്പെട്ടു. സോ താക്കൂർ ഫാമിലിയുടെ പരിപാടി ഇതോടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു കാസറ്റ് ഉണ്ടല്ലോ അവർ ഡൽഹിയിലേക്ക് അഴിച്ചു. മാത്രമല്ല ആ ഒരു ഖനി അവിടെ പൂട്ടിയിടുകയാണ്. അതോടൊപ്പം തന്നെ ഡാം പാസ്സായി. ഇനി അവിടെ ഒരു ഡാമാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത ഈ താക്കൂ മഹാരാജയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കളക്ടർ ആയിട്ടുള്ള നന്ദിനി, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും ആ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സീതാറാമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ നാട്ടുകാരെ രക്ഷപ്പെടുത്തിയ നന്ദിനി അവൾ അവസാനം മരിച്ചുപോയി. എന്നാൽ നന്ദിനിയുടെ കുഞ്ഞ് അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മരിക്കുന്നതിന് മുന്നേ നന്ദിനി പറഞ്ഞ ഒരേ ഒരു കാര്യം, എന്റെ മകളെ നോക്കിക്കോണേ എന്ന് മാത്രമാണ്. ആ മകള് അത് മറ്റാരുമല്ല, നമ്മുടെ ചിന്നുവാണ്. അതായത് കൃഷ്ണമൂർത്തിയുടെ നാട് വിട്ടുപോയ മൂത്ത മകളുണ്ടല്ലോ, ആ മകളാണ് നന്ദിനി. നിങ്ങൾ എല്ലാവരും വിചാരിച്ചത് സീതാറാമിന്റെ ഭാര്യ ആയിരിക്കും ആ ഒരു കുട്ടി എന്നല്ലേ, അതായത് സീതാറാമിന്റെ മകളായിരിക്കും ഈ ചിന്നു എന്നല്ലേ? അങ്ങനെയല്ല, നന്ദിനിയുടെ മകളാണ് ഈ കുട്ടി. പിന്നീട് അവിടെ നടന്ന ആ ഒരു സംഭവത്തിൽ എല്ലാ കുറ്റവും ഏറ്റെടുത്ത് സീതാറാം, അതായത് അവരുടെ താക്കൂ മഹാരാജ ജയിലിലേക്ക് പോയി. അവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. എന്നാൽ ഇവിടെ വെച്ച് ഗോവിന്ദ് കുചാൽ ഒരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം ജീവിതമാണ് മാറ്റിവെച്ചെങ്കിൽ നിങ്ങളുടെ മകളുണ്ടല്ലോ നന്ദിനി, ഞങ്ങൾക്ക് വേണ്ടി അവളുടെ ജീവൻ തന്നെയാണ് തന്നത്. അങ്ങനെയുള്ള ആ നന്ദിനിയുടെ മകളെ ഞങ്ങൾ ജീവൻ കൊടുത്തും സംരക്ഷിക്കണ്ടേ? ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇത്രയും സംരക്ഷണം ഈ കുട്ടിക്ക് വേണ്ടി ഇവരെല്ലാവരും കൊടുത്തതെന്ന്? ഈ സമയത്ത് നന്ദിനിയുടെ അച്ഛനും അമ്മയും, അതായത് കൃഷ്ണമൂർത്തിയും ഭാര്യയും വല്ലാണ്ട് സങ്കടപ്പെട്ട കാര്യമാണ്. മകളെ ഒരുപാടധികം വെറുത്തിരുന്നു, അവളോട് ദേഷ്യമായിരുന്നു. എന്നാൽ ആ ദേഷ്യമൊക്കെ ഇപ്പൊ മനസ്സിന് പോവുകയാണ്. മകളുടെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരികയാണ് ആ മനുഷ്യന്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ സ്റ്റീഫൻ രാജ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് താക്കൂ മഹാരാജ അവന് ബോധം വന്നാൽ അപ്പം തന്നെ അവനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് സ്റ്റീഫൻ രാജും അവന്റെ സംഘം അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുകയാണ്. അതെ, ബൽവന്ത് സിംഗ് താക്കൂർ വന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഒരു നിമിഷം വെച്ച് സ്റ്റീഫൻ രാജ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ താക്കൂ മഹാരാജയുടെ കൂടെ നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു മനുഷ്യനെ കൊല്ലാൻ വിട്ടുകൊടുക്കണോ? ഒരിക്കലും പാടില്ല. ഈ ഫാമിലിയും അതുപോലെ തന്നെ താക്കൂ മഹാരാജയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റീഫൻ രാജും സംഘം ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഗോവിന്ദ് കുചാലും കൂട്ടരും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് ഇരച്ച് കയറുന്നുണ്ട് കേട്ടോ. പോലീസുകാരൊക്കെ പരമാവധി പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്, അതായത് സ്റ്റീഫൻ രാജിന്റെ ആൾക്കാർ. എന്നാൽ അപ്പോഴേക്കും ഈ ബൽവന്തിന്റെ ആൾക്കാർ വന്ന് ആ ഗേറ്റ് എല്ലാം പൊട്ടിച്ച് ബൽവന്ത് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബോധം കെട്ടുകിടക്കുന്ന നമ്മുടെ മഹാരാജ അവനെ ഉണർത്തണമെങ്കിൽ നല്ല ശക്തിയായിട്ടുള്ള അഡ്രിനാലിൻ കൊടുക്കണമെന്ന് പറയുന്നത്. സോ ഡോക്ടർ അങ്ങനെ ഒരു മരുന്ന് തേടി പോവാണ്. ഇതേ നേരം തന്നെ കൃഷ്ണമൂർത്തിയും അദ്ദേഹത്തിന്റെ ആ ഒരു ഫാമിലിയൊക്കെ ഉണ്ടല്ലോ അവരെ പരമാവധി എല്ലാവരും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ വന്ന ബൽവന്ത് സിംഗിന്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പെട്ടെന്നുണ്ട് കഴുത്തിന് കുറെ തുണിയും ചുറ്റി ഒരാൾ ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നത്. മറ്റാരുമല്ല, നമ്മുടെ MLA തന്നെ. കൃഷ്ണമൂർത്തിയും കുടുംബത്തെയും കൊല്ലാൻ വന്ന കുറെ പേരെ അവനും വെട്ടി വീഴ്ത്തുകയാണ് കേട്ടോ. അതായത് എന്ന് മുതൽ താക്കൂർ അവനെ കൊല്ലാൻ തീരുമാനിച്ചോ അപ്പം മുതൽ അവൻ എന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണമൂർത്തി, നിങ്ങളെ ആരെങ്കിലും തൊടണമെങ്കിൽ എന്നെ കൊന്നിട്ടേ തൊടുള്ളൂ എന്ന് പറയണം. പിന്നീട് MLA പൂരം ഫോം കേട്ടാ. എന്നാൽ ബൽവന്ത് സിംഗ് അവൻ വരുന്ന സമയത്ത് അവനോട് മുട്ടാൻ അവിടെ ആർക്കും പറ്റുന്നില്ല കേട്ടോ. മാൻസിംഗ് മരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗംഗാറാം മരിക്കുന്നുണ്ട്. അവസാനം ഇപ്പോ ഗോവിന്ദ് കുചാല് വരെ അവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവർക്കൊന്നും വയ്യാണ്ടായി കേട്ടോ, കാരണം അവൻ അത്രയും പവർഫുൾ ആണ്, അതായത് ബൽവന്ത്. അങ്ങനെ അവസാനം നമ്മുടെ ചിന്നുവിന്റെ അടുത്തേക്ക് തന്നെ ബൽവന്ത് എത്തുകയാണ്. അതായത് ഈ ബൽവന്തിന്റെ മകളാണ് ചിന്നു. മഹാരാജയെ കൊന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ മകളായിട്ട് ഞാൻ നിന്നെ വളർത്തുന്നു പറയാണ്. എന്നാൽ ബൽവന്തിന്റെ ആ ഒരു മുഖം കണ്ടപാട് തന്നെ ചിന്നുവിന് പഴയ കാര്യം ഓർമ്മ വരികയാണ്. അവളുടെ അമ്മയെ തള്ളിയിട്ടതും അവളുടെ തല പൊട്ടിയതും ആ കാര്യമല്ല. പെട്ടെന്ന് ചിന്നു എന്താക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് സ്വന്തം അച്ഛന് നേരെ ഒരു ഏറ്റ കയറി
വരികയാണ്. എന്നാൽ അത് പിടിച്ച് ബൽവന്ത് പറയാണ്, മോളെ അമ്മയെ പോലെ തന്നെ ഭയങ്കര കുറുമ്പിയാണല്ലോ. പിന്നീട് ചിന്നുവിനെ പിടിക്കാൻ പോകുമ്പോൾ ചിന്നു നേരെ അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ. എന്നാൽ ഓടിയ നമ്മുടെ പെണ്ണ് പതിയെ തിരിച്ചു വരികയാണ്, ഒരു വല്ലാത്ത ചിരിയിൽ. അതെ, നമ്മുടെ മഹാരാജ എഴുന്നേറ്റു, നല്ല പവർഫുൾ ആയിട്ടുള്ള എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അതുകൊണ്ട് ആള് നല്ല ഉഷാറിൽ എണീക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ വെച്ച് പൂരം ഫൈറ്റ്. എന്തായാലും ഫൈറ്റിനൊടുവിൽ ബൽവന്ത് സിംഗ് താക്കൂറിനെ ഒരു ഈ ഗ്ലൂക്കോസ് ഒക്കെ ഇടുന്ന ആ ഒരു സ്റ്റാൻഡില്ലേ, അതിലും നമ്മുടെ മഹാരാജ പോർത്തെടുക്കുകയാണ്. അവസാനം അവനെ തല്ലി കൊല്ലുന്നുണ്ട്. ഇനിയിപ്പോ കൃഷ്ണമൂർത്തി, അദ്ദേഹത്തിന്റെ കുടുംബം, നമ്മുടെ ചിന്നു, ഇവരൊന്നും തേടി ആരും വരാൻ പോകുന്നില്ല. അവര് സേഫ് ആണ്. അതുപോലെ തന്നെ മഹാരാജ സ്റ്റീഫൻ രാജിന്റെ കൂടെ നേരെ ജയിലിലേക്ക് പോവാണ്. ശിക്ഷയുടെ കാലാവധി എല്ലാം കഴിഞ്ഞ് മഹാരാജ പുറത്തേക്ക് വരുമ്പോഴേക്കും ആ ഗ്രാമത്തിൽ ഇപ്പൊ വരൾച്ചയില്ല. അവിടെ ഒരു ഡാം വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവരെല്ലാവരും കൂടി പിന്നീട് നേരെ ആ ഒരു ഡാമിനരികിലേക്ക് പോവാണ്. ഒരുപാട് പേരുടെ സ്വപ്നമായിരുന്നു ഈ ഒരു ഡാം. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഈ മനുഷ്യർക്കൊക്കെ ഇനി ജീവിക്കാൻ കഴിയും. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സിനിമ അടിപൊളിയാണെന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടമായി എന്നുള്ള കാര്യം. അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.